രതീസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലക് പനീറാണ്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 2 ബഞ്ച് പാലക്ക് അതിൻ്റെ തണ്ടും എല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ഇല മാത്രം കഴുകി നല്ല സോഡാപ്പൊടിയൊക്കെ ഇട്ട് നല്ല കഴുകി വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് 2 തക്കാളി ഞാൻ വെച്ചിട്ടുണ്ട്, ടൊമാറ്റോസ്, പിന്നെ 100 ഗ്രാം പനീറാണ്. നിങ്ങൾക്ക് 200 ഗ്രാം വേണമെങ്കിൽ ഇടാം. അപ്പം എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ വേണ്ടത് കുറച്ച് 8 അല്ലി വെളുത്തുള്ളി ഉണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൽ വെള്ളം തിളച്ച് കിടക്കുകയാണ്. ആ തിളച്ച് കിടക്കുന്ന വെള്ളത്തിലോട്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാലക്ക് ഇട്ട് കൊടുക്കണം. പാലക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം പുതിയ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെൽ ഐക്കണും കൂടെ അമർത്തിയാലേ ഉള്ളൂ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോകളായിരിക്കും ഞാൻ ഇടുന്നത്. അതിനുവേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇത് നമ്മൾ വെള്ളം തിളപ്പിച്ചതായിരുന്നു. ഇതാക്കിയിട്ട് നമുക്ക് എല്ലാം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് തിളപ്പിക്കണം. 2 to 3 minutes. അപ്പം ഒരു 3 മിനിറ്റ് നമുക്കതിനെ തിളപ്പിക്കാം. അതിൻ്റെ കളറ് പോകാതിരിക്കുന്നതിന് വേണ്ടി, ഗ്രീൻ കളർ നമുക്ക് അതുപോലെ സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു നുള്ള് പഞ്ചസാര ഇതിൽ ഇട്ട് കൊടുക്കാം. പാലക്ക് പെട്ടെന്ന് വേകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഗ്രീൻ കളർ പോകത്തില്ല. ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓൾറെഡി അത് തിളച്ച് കഴിഞ്ഞു. ഒരു 2 മിനിറ്റ് കൂടെ അത് ഇരിക്കട്ടെ. നമ്മുടെ പാലക്ക് ഇവിടെ വെന്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇതിനെ ഒന്ന് തണുക്കാൻ അനുവദിക്കാം. അത് കഴിയുമ്പോഴത്തേക്കും ഇതെടുത്ത് നമുക്കൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 6 കാഷ്യൂനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്ന് അരച്ച് ചേർക്കണം. അരച്ചല്ലെങ്കിൽ പൊട്ടിച്ചിട്ടാലും മതി. അരച്ച് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒരു കൊഴുപ്പ് കിട്ടും. ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് അതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വരണം. ഇവിടെ നമ്മളൊരു കടായി വെച്ച് അതിനകത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാവുന്നതാണ് ഈ റെസിപ്പി. കടുകും ജീരകം ഇട്ട് കൊടുക്കും. ഇത് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് എടുത്ത് വെച്ച് ഇവിടെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ 6 പീസ് എടുത്ത്. നിങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ ഉള്ളിയൊന്നും ഫ്രൈ ആയി വരണം. നമ്മുടെ ഉള്ളി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ടൊമാറ്റോ ഇവിടെ പ്യൂരി ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടണം. ഒരു 2 മിനിറ്റ് നമുക്ക് വഴറ്റണം. ഇവിടെ പാലക്കിൻ്റെ അത് വേവിച്ച വെള്ളം ഇവിടെ ഉണ്ട്. അപ്പോൾ അതെടുത്ത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് വെക്കുക. നമുക്ക് പിന്നീട് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ പ്യൂരിയൊക്കെ നല്ലപോലെ ഇതായിട്ടുണ്ട്. അപ്പം നമുക്ക് എണ്ണയെല്ലാം കഴിഞ്ഞ് നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ
മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്ത് 1.5 ടീസ്പൂണുണ്ട്. മസാലയാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഇത് പാലക്ക് ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാല ഒന്ന് ഫ്രൈ ആയി വരണം. അതിൻ്റെ പച്ചമുളകൊക്കെ നമുക്ക് മാറി കിട്ടണം. പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്തു. ഗരം മസാല എപ്പോഴും ലാസ്റ്റ് ആഡ് ചെയ്യണം. ഇനി നമുക്കിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പാലക്ക് അരച്ച് വെച്ചിട്ടില്ലേ, ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ച പാലക്ക് തിളപ്പിച്ച വെള്ളമാണിത്. അതും എല്ലാം കൂടെ നമുക്ക് നല്ലത് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ല തിളയ്ക്കണം. മസാല ഉപ്പൊക്കെ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് യൂസ് ചെയ്ത് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ കാഷ്യൂനട്ട് ഒരു 6 ഞാനിവിടെ പൗഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് തിളയ്ക്കണമെന്ന്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇത് ക്രീമാണ്, മിൽക്ക് ക്രീം. ഇത് പാല് തിളപ്പിച്ചിട്ട് നമ്മൾ എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഫ്രഷ് ക്രീമാണ്. അത് നമുക്കൊരു 1 ടേബിൾ സ്പൂണോളം നമുക്ക് അടിച്ചു കൊടുക്കാം. അത് ആക്ച്വലി അതിനൊരു നല്ലൊരു ടെക്സ്ചർ കിട്ടും. അതുകൊണ്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. നല്ലൊരു റിച്ച് കളറൊക്കെ ആയിട്ടുണ്ട്. തിളയ്ക്കുമ്പോൾ തിളയ്ക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഇത് കുറി വരും. നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്തിന് നമുക്ക് നമ്മുടെ പനീർ ആഡ് ചെയ്യും. ഇത് കൂടുതൽ പനീർ യൂസ് ചെയ്യണമെന്നാണ് കേട്ടോ. ഞാനിത് 100 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളത്. അത്ര ഉള്ളൂ. അപ്പോൾ നോക്കാം, എൻ്റെ ആ പച്ച കളറ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. മിക്കി ഇവിടെ നോക്കിയിരിക്കാം. മിക്കിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി മിക്കി ഇപ്പം ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഇതിനകത്ത് കിടന്നൊന്ന് തിളയ്ക്കണം. അത്രേ ഉള്ളൂ. ഇപ്പം നോക്കാം, അടിപൊളിയായിട്ടുള്ള നമ്മുടെ പാലക് പനീർ കറി ഇവിടെ റെഡിയാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കാം. അപ്പം തന്നെ പറയാം. അപ്പം നമ്മളിവിടെ ഗ്രേവി എല്ലാം നല്ലപോലെ കുറുകി ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. സെർവിംഗ് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി പാലക് പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.